നമസ്കാരം. കുംഭമാസത്തിലെ പൂരം നാളിലാണ് ആറ്റുകാൽ പൊങ്കാല വരുന്നത്. ക്ഷേത്രത്തിലെ 9ാം ഉത്സവ നാളിലാണ് പൊങ്കാല ആഘോഷിക്കുന്നത്. ഈ ദിവസം തന്നെയാണ് ചോറ്റാനിക്കര പൂരം തൊഴൽ എന്നതും ഒരു പ്രത്യേകത തന്നെയാകുന്നു. കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് പൊങ്കാല ഉത്സവത്തിന് തുടക്കം തന്നെയാകുന്നത്. ആഘോഷങ്ങൾ ഉത്രം നാളിൽ അവസാനിക്കും. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മാർച്ച് 7-നാണ് വരുന്നത്. ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പൊങ്കാലയിടുമ്പോൾ വരുത്താൻ പാടില്ലാത്ത തെറ്റുകളെക്കുറിച്ചും വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാല. ഓരോ വർഷവും പൊങ്കാലയിട്ട് ദേവിയുടെ അനുഗ്രഹം നേടുവാനായി ഇവിടെ എത്തുന്ന വിശ്വാസികളായ സ്ത്രീ ഭക്തരുടെ എണ്ണം എല്ലാ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസങ്ങൾ അനുസരിച്ച് അന്നപൂർണേശ്വരി ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്നാണ് വിശ്വാസം. ഈ വർഷത്തിലെ പൊങ്കാല അത്യപൂർവം തന്നെയാണ്. ഇത് എന്തുകൊണ്ടാണ് എന്നും പൂജാമുറിയിൽ വരാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്തെല്ലാമാണ് എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഐതിഹ്യം. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നതാണ്. അതിൽ പ്രധാനം മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ ഐതിഹ്യം തന്നെയാണ്. തൻ്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ നിന്നും മധുര കത്തിച്ച് ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിനായി ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റു എന്നാണ് ഒരു വിശ്വാസം. ഈ ഓർമ്മയിലാണ് പൊങ്കാല ഇന്നും ആഘോഷിക്കുന്നത് എന്നും വിശ്വാസമുണ്ട്. മറ്റൊരു ഐതിഹ്യപ്രകാരം മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകി സ്വീകരിച്ചു എന്നും വിശ്വസിക്കുന്നു. പാർവതി ദേവി ഒറ്റക്കാലിൽ തപസ് ചെയ്തതുമായി ബന്ധപ്പെട്ടും പൊങ്കാലയുടെ ഐതിഹ്യം പറയുന്നതാണ്. വ്രതം എടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. വ്രതശുദ്ധിയോടെയാണ് പൊങ്കാല ഇടേണ്ടത് എന്ന് ഏവരും ഓർക്കുക. ഒരാഴ്ചയെങ്കിലും വ്രതം അനിവാര്യം തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പലർക്കും ഇത് സാധിക്കണം എന്നില്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ തലേന്ന് ഒരിക്കലെടുത്ത് വ്രതം എടുക്കാവുന്നതാണ്. ഇന്നേ ദിവസം വീടുകളിൽ മത്സ്യം, മാംസം, മുട്ട, ലഹരി എന്നിവ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം ഇവ വീടുകളിൽ ഇരിക്കുന്നതും ദോഷകരം തന്നെയാണ്. ഇവ നാം ഇന്നേ ദിവസം ഉപയോഗിക്കുവാനും പാടുള്ളതല്ല. ഈ കാര്യവും ഏവരും ശ്രദ്ധിക്കുക. മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഇന്നേ ദിവസം ഏവർക്കും വേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രമേ പൂർണ്ണഫലം നമുക്ക് വന്നു ചേരൂ. 2 നേരം എല്ലാവരും കുളിക്കേണ്ടതാകുന്നു. വ്രതമെടുക്കുന്നവരും എടുക്കാത്തവരും ഇത്തരത്തിൽ തന്നെ ഇന്നേ ദിവസം കുളിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. തലേന്ന് ഒരിക്കൽ എടുക്കേണ്ടത് നിർബന്ധമാകുന്നു. അതായത് ഇന്നേ ദിവസം ഒരിക്കൽ എടുത്ത് വ്രതം ആചരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നാളെ പൊങ്കാല സമർപ്പിക്കുമ്പോൾ പൂർണ്ണഫലം ലഭിക്കൂ. പഞ്ചഭൂതങ്ങളുടെ തത്വവും പൊങ്കാലയ്ക്ക് പിന്നിലുണ്ട്. ഭൂമിയാണ് മൺകലമായി നാം കണക്കാക്കുന്നത്. അരി ആകാശമാകുന്നു. ജലം നാം ഒഴിക്കുന്ന ജലം തന്നെയാണ്. അഗ്നി നാം പൊങ്കാലയ്ക്ക് കൊളുത്തുന്ന തീയാകുന്നു. വായു പൊങ്കാലയിൽ നിന്നും ഉയരുന്ന ആവിയാകുന്നു. അതിനാൽ ഇത്തരത്തിൽ പഞ്ചഭൂതങ്ങൾ പൊങ്കാലയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആനന്ദം ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാകുന്നു. കുളി കഴിഞ്ഞ് ഈറൻ വസ്ത്രം ധരിച്ച് സൂര്യന് അഭിമുഖമായി നിന്ന് പൊങ്കാല ഇടണം. ഇത് ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നാളെ പൂജാമുറിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. വൃത്തിയായി. ഒരു വീടിന്റെ ഹൃദയഭാഗം തന്നെയാണ് പൂജാമുറി എന്ന് തന്നെ പറയാം. പൂജാമുറിയിൽ എന്ത് ചെറിയ തെറ്റുകൾ വരുത്തിയാലും അത് ആ വീടിന് തന്നെ ദോഷകരമാണ്. ഏവർക്കും പൂജാമുറി ഉണ്ടായിരിക്കണം എന്നില്ല. എന്നാൽ ദേവതാ ചിത്രങ്ങൾ സൂക്ഷിക്കുന്നത് വൃത്തിയുള്ള ഇടത്തു തന്നെ ആയിരിക്കണം എന്ന് ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്.
പൊടി പിടിക്കുകയോ അതേപോലെ ചിലന്തിവല എന്നിവ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അതിനാൽ എപ്പോഴും ചിത്രങ്ങൾ വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഇത് ഇന്നേ ദിവസം, അതായത് പൊങ്കാല ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ ഇത് നാം വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ദേവിയുടെ അനുഗ്രഹം വീടുകളിൽ വരുന്നതിനാൽ ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇങ്ങനെയുള്ള അവസരത്തിൽ പൂജാമുറി പൊടിപിടിച്ചിരിക്കുന്നതും ദോഷകരം തന്നെയാണ്. അതിനാൽ ഏവരും ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പുഷ്പങ്ങൾ ഏവരും പൂജാമുറിയിൽ സമർപ്പിക്കുന്നതാണ്. ഇത് ശുഭകരമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ പുഷ്പങ്ങൾ പൂജാമുറിയിൽ സമർപ്പിച്ചതിന് ശേഷം അവ ഒഴിവാക്കേണ്ടതാകുന്നു. അത് പൂജാമുറിയിൽ ഇരുന്ന് വാടാൻ പാടുള്ളതല്ല. ഇത് വളരെ ദോഷകരം തന്നെയാകുന്നു. എന്നാൽ ഇവ വാടിയ ശേഷം ഒരിക്കലും പൂജാമുറിയിൽ സൂക്ഷിക്കരുത് എന്നത് തന്നെയാണ് സത്യം. ഇത് ദോഷകരമാകുന്നു, നെഗറ്റീവ് ഊർജത്തിന് കാരണമാകുന്നു എന്നതാണ് പ്രധാന കാരണം. എന്നാൽ ഇവ ഒഴിവാക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ആരും ചവിട്ടാത്ത ഇടത്ത് വേണം ഇവ നിക്ഷേപിക്കുവാൻ. ഇത് കൂടാതെ മറ്റൊരു തരത്തിലും ഈ പുഷ്പങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ജലത്തിൽ ഒഴുക്കി കളയുക എന്നതാണ് മറ്റൊരു മാർഗം. ഈ കാര്യങ്ങൾ അതിനാൽ ചെയ്യുവാൻ ശ്രമിക്കുക. പച്ചക്കർപ്പൂരം ഒരു നുള്ള് ജലത്തിൽ ഇട്ടതിന് ശേഷം ആ ജലം ഉപയോഗിച്ച് ചിത്രങ്ങൾ തുടച്ച് വൃത്തിയാക്കുന്നത് വളരെ ഉത്തമമാകുന്നു. ഇതിലൂടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുവാൻ കാരണം ആകുന്നതാണ്. കൂടാതെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതാകുന്നു. എന്നാൽ തറയിൽ ഇവ ഉപയോഗിച്ച് ഒരിക്കലും തുടയ്ക്കരുത്. അത് വളരെ ദോഷകരം തന്നെയാണ്. പച്ചക്കർപ്പൂരം ഒരിക്കലും ചവിട്ടുവാൻ പാടുള്ളതല്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. തിലകം. ചിലർ പൂജാമുറിയിലെ ചിത്രങ്ങളിൽ തിലകം തൊടിയിക്കുന്നതാണ്. കുങ്കുമം, മഞ്ഞൾ, ചന്ദനം എന്നീ തിലകങ്ങളാണ് തൊടിയിക്കാറ്. എന്നാൽ ഇന്നേ ദിവസം, അതായത് പൊങ്കാല ദിവസം ഇവ വൃത്തിയാക്കിയ ശേഷം പുതിയ തിലകം നാം തൊടിയിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇത് അതിവിശേഷം തന്നെയാണ്. ജീവിതത്തിലെ പല തടസ്സങ്ങൾ മാറുന്നതിന് ഇതൊരു കാരണം തന്നെ ആയി മാറുന്നതാണ്. വിളക്ക്. ഒരു വീടുകളിലെ പ്രധാന വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് വിളക്ക്. അതിനാൽ വിളക്കിന് പ്രധാനപ്പെട്ട സ്ഥാനം തന്നെ നാം നൽകുന്നതുമാണ്. അതിനാൽ ഇന്നേ ദിവസം വിളക്ക് വൃത്തിയായി കഴുകി സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. വൃത്തിയുള്ള വിളക്കിലാണ് ഇന്നേ ദിവസം നാം തിരി തെളിയിക്കേണ്ടത്. ഇത് മറക്കാതെ ഇരിക്കുക. ചിലർ തുടച്ച ശേഷം വിളക്ക് കൊളുത്തുന്നതാണ്. എന്നാൽ ഇങ്ങനെ കൊളുത്തുന്നത് ദോഷകരം തന്നെയാണ്. അതിനാൽ ഇന്നേ ദിവസം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം വിളക്ക് തെളിയിക്കുക. ഗ്രന്ഥങ്ങൾ. പൂജാമുറിയിൽ നാം പല പുണ്യഗ്രന്ഥങ്ങളും സൂക്ഷിക്കുന്നതാണ്. ഭഗവത്ഗീത, ഭാഗവതം, രാമായണം, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ശിവസഹസ്രനാമം എന്നിങ്ങനെ പല പുണ്യഗ്രന്ഥങ്ങളും നാം സൂക്ഷിക്കുന്നതാണ്. എന്നാൽ ഇവ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രന്ഥങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടില്ല എന്ന് ഉറപ്പാക്കേണ്ടതാണ് എന്നതാണ്. കേടുപാടുകൾ പറ്റിയ ഗ്രന്ഥങ്ങൾ ഒരിക്കലും സൂക്ഷിക്കരുത്. ഇത് ദോഷകരമാണ്. നാളെ അതിനാൽ പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഗ്രന്ഥങ്ങളുണ്ട് എങ്കിൽ അവ നാം ഒഴിവാക്കുന്നതാണ് ഉത്തമം. വീടുകളിൽ പഴകിയ ആഹാരങ്ങൾ ഇന്നേ ദിവസം നാം സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. അവ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ പൂജാമുറിയിൽ പൊട്ടിയ ചിത്രങ്ങൾ ഇന്നേ ദിവസം ഇരിക്കുന്നതും ദോഷകരം തന്നെയാണ്. അതിനാൽ ഇവയും നാം വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. ഒന്നുകിൽ വെള്ളത്തിൽ ഒഴുക്കി കളയുക, അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഈ രണ്ട് മാർഗങ്ങളിൽ ഒരു മാർഗം സ്വീകരിക്കാവുന്നതാണ്.